നമുക്ക് ഈ നിയോജകമണ്ഡലത്തെപ്പറ്റി ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വളരെയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന വസ്തുത ഞാൻ സമ്മതിച്ചു. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്തൊക്കെയാണെന്ന് വെച്ചാൽ പലതാണ്. അതാണ് പ്രശ്നം. ഇവിടെ എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്നും വിട്ട് ദുബായിലും ഇംഗ്ലണ്ടിലും ഉൾപ്പെടെ പോയി ജോലി ചെയ്യുന്നു. തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി പോയി ജീവൻ കളയുന്ന നമ്മുടെ ആ സഹോദരി സഹോദരന്മാരെ തിരികെ കൊണ്ടുവരണ്ടേ? അങ്ങനെ തിരികെ കൊണ്ടുവരണമെങ്കിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം. ഞാൻ നിങ്ങൾക്കൊരു വാക്ക് പറയുന്നു, നമ്മുടെ നിയോജക മണ്ഡലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് നാട് വിട്ടു പോയിട്ടുള്ള മുഴുവൻ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ഈ നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ജീവിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കും. ഒരു സംശയവും വേണ്ട. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ ചെയ്യും? പലരും ചോദിച്ച് എങ്ങനെ ചെയ്യും? ഏറ്റവും ഇന്ന് സാമ്പത്തികമായി നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഏറ്റവും വലിയ മാർഗമെന്ന് പറയുന്നത് ടൂറിസമാണ്. ആ ടൂറിസം പ്രോത്സാഹിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുണ്ടക്കയം വാഗമൺ റോഡ് നമ്മൾ ടെൻഡർ ചെയ്തത്. 35 കോടി രൂപയ്ക്ക് ടെൻഡർ ചെയ്തു. അത് കഴിഞ്ഞ് വിടിഞ്ഞു കഴിഞ്ഞപ്പോൾ 11.5 കോടി രൂപ കൊടുത്തു. 46 കോടി രൂപ കൊടുത്തിട്ട് ഇന്നും ആ റോഡ് അതേപടി നിൽക്കുക. അന്ന് കൊടുങ്ങാ വരെ ടാർ ചെയ്ത് അതവിടെ കിടപ്പുണ്ട്. മതിയോ? അതിന് 2 വശം എടുത്ത് മുഴുവൻ വീതി എടുത്ത് ടാർ ചെയ്ത് വാഗമണ്ണിൽ എത്തിച്ച് കഴിയുമ്പോൾ ആ മേഖലയിൽ ടൂറിസം ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കൻ സായിപ്പും മദാമി ഉൾപ്പെടെ ഡാൻസ് കളിക്കാൻ ഈ റോഡിൽ കൂടെ പാടുന്നു വരുന്ന കാണാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. അതിനാണത് ഉണ്ടാക്കിയത്. നമുക്ക് ടൂറിസത്തോടെ അല്ലാതെ രക്ഷപ്പെടാൻ മാർക്കില്ല. കാരണം ഈ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ്റെ ഈ നാണം കെട്ട ഭരണം കൊണ്ട് 7 ലക്ഷം കോടി രൂപ കടവായി നിൽക്കുക നമ്മൾ. പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാണ്? നമ്മൾ എവിടെ നിന്ന് ജീവിക്കും? മോദിജിയുടെ സൗജന്യത്തോടു കൂടിയുള്ള അരി സൗജന്യമില്ല, റേഷൻ സൗജന്യം. 1,30,00,000 ആളുകളാണ് ഈ കൊച്ചു കേരളത്തിൽ മോദിജി കൊടുക്കുന്ന അരി കൊണ്ട് പട്ടിണി കൂടാതെ ജീവിക്കുന്നത്. എന്നിട്ട് പിണറായി പറയുന്നത് അയാളുടെ ഔദാര്യം കൊണ്ട് പട്ടിണി മരണമില്ലെന്നാണ്. അല്ല, നമ്മുടെ മോദി ഗവൺമെൻറ്റിൻ്റെ കഴിവാണത്. അങ്ങനെ പട്ടിണി മരണമില്ലാതെ കേരളത്തെ നയിക്കുന്ന, ഇന്ത്യയെ നയിക്കുന്ന മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി കൊടുത്തുകൊണ്ട് പോകാനല്ലാതെ നമുക്കിനി കഴിയില്ല. ആ കരങ്ങളെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കേരളത്തിലെ ജനങ്ങളെ പ്രാപ്തരാക്കണം. ഇവിടെ കുഴപ്പം എന്താ? ഞാൻ ടൂറിസത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കുക. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം LDFും UDFുമാണ്. LDFും UDFും മാത്രമല്ല, ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്നു, BJP അവഹേളിക്കുന്നു, കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കടം കയറി മുടിഞ്ഞു കിടക്കുന്ന കേരളം, ആ കേരളത്തെ രക്ഷിക്കുന്നതിനെ പറ്റിയല്ല ചിന്ത. ഞങ്ങൾ കടം കയറി മുടിഞ്ഞ് നശിച്ചാലും BJP ഇങ്ങോട്ട് വരരുത്, ഇതാണ് ഉദ്ദേശം. വളരെ വിനയത്തോടുകൂടി ഞാൻ പറയട്ടെ, ഭാരതീയ ജനതാ പാർട്ടി, മോദിജി നേതൃത്വം കൊടുക്കുന്ന കക്ഷി, ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നതനായ മധ്യസ്ഥനായ നേതാവായി മാറിയിട്ടുള്ള മോദിജിയെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി കേരളത്തിൽ ഇനിയും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. ഒരു സംശയവും വേണ്ട. ആ പാർട്ടിയോടൊപ്പമുള്ള BDS ഉൾപ്പെടെയുള്ള മറ്റ് ഘടകകക്ഷികൾ മുഴുവൻ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് NDAയുടെ കയ്യിലേക്ക് കേരളം വന്നേ മതിയാവും. ഈ തെരഞ്ഞെടുപ്പിൽ എത്ര വരും നിങ്ങൾ കണക്കാക്കുന്നത്? ഇവിടെ പലരും പറഞ്ഞു, ഞാൻ ഒരു മടിയുമില്ലാതെ CSI സെൻ്ററാണിത്. ഒരു പാവപ്പെട്ട സമുദായമാണ് CSI. ആ സമുദായത്തിൻ്റെ സ്ഥാപനം, ആ സമുദായത്തോടുള്ള ബഹുമാനവും ആദരവും മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയട്ടെ, ആ ഹാളിൽ നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നത് BJP ആയിരിക്കും. ഒരു സംശയം വേണ്ട. അതെങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ തർക്കം ഉണ്ടാവും. ആർക്കും ഭൂരിപക്ഷം കിട്ടുകയില്ല. നമുക്ക് ഒരു എത്ര സീറ്റ് കിട്ടും? ഞാൻ നമ്മുടെ ശക്തി കേന്ദ്ര യോഗങ്ങളിലൊക്കെ പറഞ്ഞതാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. മിനിമം 15 സീറ്റ് കിട്ടുമെന്ന് ആർക്കും തർക്കമില്ലല്ലോ. 15 സമ്മതിച്ചു. സാഗക്ക് എത്ര കിട്ടും? 60. 60 75, ബാക്കി 65 UDF.
അപ്പോൾ എങ്ങനെ ഭരണമുണ്ടാവും? നമ്മൾ LDF UDF പിന്തുണ കൊടുക്കുന്ന പ്രശ്നമില്ല. രണ്ടും കാട്ടുകള്ളന്മാരാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ശബരിമല ശാസ്താവിനെ വരെ മോട്ടിക്കാൻ മടിക്കാത്തവന്മാർ, ക്ഷേത്രങ്ങൾ മുഴുവൻ കൊള്ളയടിക്കുന്നവന്മാർ, ദേവീവിശ്വാസികളെ അപമാനിക്കുന്നവർ, ഈ കശ്മലക്കൂട്ടത്തിന് പിന്തുണ കൊടുക്കാൻ നമുക്ക് കഴിയുമോ? എങ്ങനെ പിന്തുണ കൊടുക്കാൻ കഴിയും? നമ്മൾ പിന്തുണ കൊടുക്കില്ല. അപ്പോഴാണ് ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മൾ കണ്ടു എന്താണ്, നമ്മൾ ജയിക്കും എന്ന് ഉറപ്പാകുന്ന സീറ്റുകളിൽ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഒന്നായി എന്ന് മാത്രമല്ല, കോൺഗ്രസ്സുകാരൻ കമ്മ്യൂണിസ്റ്റുകാരന് വോട്ട് ചെയ്യുന്നു, മറ്റു സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നു. എന്തിന്? നമ്മളെ തോപ്പിക്കാൻ. ഇതേ മിനറായിരിക്കുന്നു. 3 വോട്ടിനാണ് ഒരു സീറ്റ് പോയത്, 11 വോട്ടിനാണ് ഒരു സീറ്റ് പോയത്, 19 വോട്ടിനാണ് വേറൊരു സീറ്റ് പോയത്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ കൂടിയിട്ടും ഈ നിലയിലേക്ക് നമ്മൾ വളർന്നു വന്നു. നിങ്ങൾക്കൊരു സംശയം വേണ്ട, അത് രണ്ടും കൂടെ ഒന്നിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. കേരളത്തിൻ്റെ പ്രതിപക്ഷമായി ദൈവം അനുഗ്രഹിച്ച് നിങ്ങളുടെ കാരുണ്യമുണ്ടെങ്കിൽ ഞാനും എൻ്റെ മകനും ഉൾപ്പെടെ ഒരു 15 പേര് നിയമസഭയ്ക്കകത്ത് കാണും. ഇവന്മാരെ പപ്പ് പറിച്ചേ ഞങ്ങൾ വിടൂ, നിങ്ങൾ പേടിക്കണ്ട. ഇവനൊന്നും വലുതൊന്നുമല്ല എനിക്ക്, ഞാൻ നോക്കിക്കോളാം. സൂക്കേട് തീർത്തേ വിടൂ, ഒരു സംശയം വേണ്ട. ഇവൻ്റെ ഒന്നും പ്രമേയമൊന്നും ഞാൻ അനുവദിക്കില്ല. 35 കൊല്ലം നിയമസഭയിൽ നിന്ന് പ്രവർത്തിക്കാൻ എളിയവനായി എനിക്ക് അവസരം തന്ന ജനങ്ങളാണ് നിങ്ങൾ. നിങ്ങളെ വിട്ടിട്ടൊന്നും പോകാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് പറയുക, ഒരു സംശയം വേണ്ട, അങ്ങ് ഭരിക്കട്ടെ. 2029 വീണ്ടും തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ആ 2029 ഇലക്ഷൻ നടക്കുമ്പോൾ 3 കൊല്ലം പ്രതിപക്ഷത്തിരിക്കുന്ന BJP ഒരു സംശയമില്ല 29 തെരഞ്ഞെടുപ്പിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന BJPയുടെ നേതാവ് മുഖ്യമന്ത്രി കസേരയിലുണ്ടാവും. ധൈര്യമായിട്ടുണ്ട്, ഒരു സംശയമില്ല. അങ്ങനെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന ആ BJPയുടെ പ്രിയങ്കരനായ നേതാവിനെ കണ്ടിട്ട് സ്വർഗത്തിൽ പോയാൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം. വളരെ വിനയത്തോട് പറയുക, മനസ്സിലായില്ലേ? അതുണ്ടാവും. അത് വലിയ വിഷമമായി ഇവർക്ക്. ആ വിഷമമൊക്കെ നമുക്ക് നേരിടാം. ഞാൻ പറഞ്ഞ ടൂറിസം വർദ്ധിപ്പിക്കുന്ന കാര്യം സൂചിപ്പിച്ചു, എന്നിട്ടാണ് ഡൈവേർട്ട് ചെയ്ത് ഞാൻ പോയി. ഈ ടൂറിസം വർദ്ധിപ്പിക്കുന്ന പോലെ ചെറുകിട വ്യവസായങ്ങളുണ്ടാവണം. ഇല്ല, പറ്റിയല്ല. ചെറുകിട വ്യവസായം ഉണ്ടായി. അത് ചെറുകിട വ്യവസായം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രീ ഡിഗ്രി ഭരിച്ചുകൊണ്ടിരിക്കുക കൺഫെക്ഷൻ ഫാക്ടറി ഉണ്ടാക്കിയവനാണ്. അന്ന് 8 ലക്ഷം രൂപ എനിക്ക് നഷ്ടമുണ്ടായി. അത് വേറൊരു കാര്യം. 69-70 കാലഘട്ടത്തിലാണ്, കൊച്ചു പയ്യനായിരിക്കുമ്പോൾ. അന്നും എൻ്റെ മനസ്സിലതുണ്ടായിരുന്നു. നിങ്ങളെല്ലാം കൂടെ എന്നെ പിടിച്ച് ഈ MLA പണി ഏൽപ്പിച്ചില്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് പോയേനെ. എന്ത് പാട്ടെ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ രക്ഷിക്കണം. ഞാൻ ചോദിക്കട്ടെ, എത്രയോ കർഷകരും പാവപ്പെട്ട തൊഴിലാളികളും ഓട്ടോറിക്ഷക്കാരനും ഉൾപ്പെടെയാണ് കാട്ടാനയുടെയും കാട്ടുമൃഗങ്ങളുടെയും ശല്യം കൊണ്ട് മരിച്ചു വീണിരിക്കുന്നത്? എത്ര പേർ മരിച്ചു ഇവിടെ? ഈ വന്യമൃഗങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ സൗരോർജ്ജ ബലി പിടിപ്പിച്ചതാണ് ഞാൻ. അത് മുഴുവൻ പറിച്ചു കളഞ്ഞു, കോടികൾ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ കാട്ടുപതിമൃഗങ്ങളെ തട്ടി നടക്കാൻ മേല. ഞാൻ ഒളിച്ചു വെക്കുന്നില്ല, ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? നിയമസഭ ഞാൻ പറഞ്ഞു കാട്ടുപന്നി ഏതെങ്കിലും വെടിവെച്ച് കളയാൻ പറഞ്ഞു. അതിന് വയ്യോ, PCO കാട്ടുപന്നി വെടിവെക്കാൻ പറഞ്ഞു. വലിയ ആരോപണമാണ്. എനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞത്. എൻ്റെ അഭിപ്രായം അത് തന്നെ. ഇപ്പോഴും ഒളിച്ചു വെക്കുന്നില്ല. ഇവിടെ മനുഷ്യന് ജീവിക്കണം. ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ അവിടുത്തെ ദേശീയ മൃഗം കങ്കാരുവാണ്. ആ കങ്കാരുവിൻ്റെ ഇറച്ചി കിട്ടാത്ത കട ഒരെണ്ണം പോലും ഓസ്ട്രേലിയയിലില്ല. ദേശീയ മൃഗമാണ്. ഇവിടെ പന്നി ഇവിടുത്തെ ദേശീയ മൃഗമൊന്നും അല്ലല്ലോ. പിന്നെ എന്തിനാ ഈ പന്നിയെ വെച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കറിയത്തില്ല. അത് തുടരുതെന്നാണ് പറയുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നടന്ന ഈ കള്ളക്കളി നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. ശക്തമായി നമുക്ക് കാർഷിക മേഖലയിലെ മുഴുവൻ കാട്ടുമൃഗങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന, ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണം. ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ഔദാര്യം കൊണ്ട് ഞാൻ ജയിക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഒരു സംശയമില്ല. ഞാൻ ജയിച്ച 1 വർഷത്തിനകം മുഴുവൻ കാട്ടുമൃഗങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്ന് അടിച്ചോടിക്കാനുള്ള നടപടി ഉണ്ടാക്കും. ഒരു സംശയം വേണ്ട. വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അതിനൊന്നും വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഞാൻ ഈ മുണ്ടക്കയത്ത് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. മുണ്ടക്കയത്തായോണ്ടാണ് ഒരു ഗവൺമെൻറ് ആശുപത്രി ഇവിടെ ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. 4 നില കെട്ടിടം പണിതിട്ട്
എയർ കണ്ടീഷൻ പ്രസവ വാർഡും പണിയിച്ച് അവിടെ 2ാം നില മുഴുവൻ എയർ കണ്ടീഷൻ പിടിപ്പിച്ച് പാവങ്ങളൊന്ന് സൂചിച്ച് ജീവിച്ചോട്ടെ, ചികിത്സിച്ചോട്ടെ എന്ന് വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. 7 ഡോക്ടർമാരെ അവിടെ വെച്ചത് നിങ്ങൾക്കറിയാമോ? 7 ഡോക്ടർമാർ. അന്ന് നമ്മുടെ സുധാകരൻ മന്ത്രിയായിരുന്നു PWD. അദ്ദേഹവും അന്നത്തെ ആരോഗ്യമന്ത്രിയും, ഇപ്പോഴത്തെ ആ സാധനമല്ല കേട്ടോ, പഴയ ടീച്ചർ കൂടെ വന്ന് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഒരു മാസം വന്നപ്പോൾ അത് പൂട്ടിക്കിടപ്പുണ്ട്. ഒന്ന് ആലോചിച്ച്, ആ എയർ കണ്ടീഷൻ മുഴുവൻ പോയി. അതുപോലെ തന്നെ ആശുപത്രി ഉപകരണങ്ങൾ മുഴുവൻ കേടായി. ഡോക്ടർമാരില്ല, നേഴ്സന്മാരില്ല, അടച്ചു പൂട്ടിയിട്ടിരിക്കുക. ഒന്ന് ആലോചിച്ച്, മനുഷ്യത്വം ഉണ്ടോ ഇവിടെയുള്ള ഈ ഭരണാധികാരികൾക്ക്? മനസ്സാക്ഷി എത്ര മോശമാണ്, ഒന്ന് ആലോചിച്ച്. ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നൊരു കമൻറ്റ് പത്രക്കാർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയി. എന്ന് പറ്റി? അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പം ഡോക്ടർമാരെ നിയമിച്ചു. പത്രവാർത്ത കണ്ടു, സന്തോഷമായി എനിക്ക്. അത്രയെങ്കിലും ആയല്ലോ. ഞാൻ വന്നപ്പോൾ പിന്നെ അടച്ചു കിടക്കും. ഞാൻ അവിടെ കടക്കാരോട് വെച്ചു, എന്താ ഇത് ഇങ്ങനെ? ഈ ഡോക്ടർമാരെ നിയമിച്ചു വന്ന് പത്രത്തിലുണ്ടായിരുന്നു. 2 ഡോക്ടർമാരെ നിശ്ചയിച്ചു വന്നു. പിന്നെ അറിഞ്ഞത് ആ ഡോക്ടറെ ഒന്ന് വിളിക്കാൻ പറഞ്ഞ് എനിക്ക് നമ്പർ തന്നു. ഞാൻ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ഗവൺമെൻറ് ഡോക്ടർമാരല്ല, കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിൻ്റെ കമ്മിറ്റി വിളിച്ച് ഞങ്ങൾക്ക് ശമ്പളം തരാമെന്ന് പറഞ്ഞ് വിട്ടതാണ്. ഞങ്ങൾ അവിടെ വന്നപ്പം പഞ്ഞി പോലും ഇല്ല, മരുന്ന് പോട്ടെ പഞ്ഞിയെങ്കിലും വേണ്ടേ, ഒന്നുമില്ല, നേഴ്സന്മാരുമില്ല, അതുകൊണ്ട് ഞങ്ങൾ അവിടെ വരുന്നില്ല. അപ്പോൾ ആശുപത്രി പിന്നെയും പൂട്ടിക്കെട്ടി. ഇങ്ങനെ പോയാൽ എങ്ങനെ നോക്കുന്നത്? ഇവിടെ ഏതെങ്കിലും റോഡുണ്ടോ നമ്മൾ പണിതല്ലാത്ത, നമ്മൾ BMBC പണി വെച്ചതല്ലാത്ത ഏതെങ്കിലും റോഡുണ്ടോ നടക്കാൻ കൊള്ളാവുന്നു? മുഴുവൻ തകർന്ന് തരിപ്പണമായില്ലേ? എന്താഗ്രഹിച്ചുണ്ടാക്കുക നമ്മുടെ ബൈപ്പാസ്, അതിൻ്റെ ഗതി എന്താ? പകുതി കയ്യേറിപ്പോയി, പകുതി. ഒന്ന് ആലോചിച്ച്. ഇത് പഞ്ചായത്ത് ഉൾപ്പെടെയാണ് കയ്യേറിയിരിക്കുന്നത്. അവിടെ വല്ല പാവപ്പെട്ട ചുമട്ടുകാരനോ റോട്ടറി കച്ചവടക്കാരനോ അവന് പാവങ്ങളാണ്, അല്ലെങ്കിൽ മുറുക്കാൻ കടക്കാരനോ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. ബാക്കി കയ്യേറി പഞ്ചായത്തിനെ ഉൾപ്പെടെ അവിടെ കയ്യേറിയത് മുഴുവൻ നിങ്ങൾ എന്നെ MLA ആക്കി എൻ്റെ കൈകളിലേക്ക് പൂഞ്ഞാറ് തന്നാൽ അടിച്ച് ഞാൻ ഇറക്കും, പറഞ്ഞേക്കാം. ഒരു സംശയം വേണ്ട, വിടുകയാണ്. അവിടെ റോഡായിട്ട് കിടക്കണം. മുഴുവൻ വണ്ടിയും പാർക്ക് ചെയ്യുന്നു. ഇപ്പം മുണ്ടക്കയത്തോട് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത ഗതിയാണ്. ഇത് ശരിയാണോ? നമുക്കതൊക്കെ ഒരു മാറ്റം വരുത്തണം. അങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ടും ഒരു ശക്തമായ നീക്കം നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ സംസാരിക്കുന്നത് പോലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങളെല്ലാം തളർന്ന് ഇതല്ലേ ഇരിക്കുന്നത്. തീക്കുവയ്ക്കാരൻ്റെ ഇരിപ്പ്, നമ്മുടെ യാച്ചൻ്റെയൊക്കെ ഇരിപ്പ് കണ്ട സങ്കടം തോന്നും. എല്ലാവരും ഒരുമാതിരി വളഞ്ഞായിരിക്കുന്നു. മടുത്തൊന്നും എനിക്ക് മനസ്സിലായി. ഞാനൊരു ചുരുക്കുകയാണ്. നിങ്ങൾക്കെല്ലാം നന്മകളും നേരുന്നു. ഈ സമ്മേളനം വിജയിപ്പിക്കാൻ ബുദ്ധിമുട്ടി ഇവിടേക്ക് കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള എൻ്റെ സ്നേഹവും കടപ്പാടും ആരാധനയും എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. മറ്റൊരു വാക്കുകൂടി പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് 9-ാം തീയതി വരെയാണ്. 9-ാം തീയതി 6 മണി വരെ നിങ്ങൾ ബുദ്ധിമുട്ട് എനിക്കറിയാം. മുഴുവൻ വീടുകളും കയറി വോട്ട് കൊണ്ടൊന്ന് ചെയ്യിക്കണം. അങ്ങനെ ചെയ്യിച്ച് ബുദ്ധിമുട്ടി എന്നെ വിജയിപ്പിച്ച് കഴിയുമ്പോൾ 4-ാം തീയതി നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ 5-ാം തീയതി മുതൽ നിങ്ങൾ കിടന്നുറങ്ങണം. 5-ാം തീയതി മുതൽ ഉറങ്ങാത്ത രാവുകളുമായി നിങ്ങളെ സേവിക്കാൻ ഞാനുണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നും പേടിക്കണ്ട, ഞാനുണ്ടാവും. നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ. കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം സേവനം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇപ്പോഴും ഓർക്കുന്നു. ആ നിലയിൽ തന്നെ നല്ലവരായ നിങ്ങൾ ഓരോരുത്തരോടൊപ്പം എളിയവനായി ഞാൻ ഉണ്ടാവും എന്നുകൂടി സൂചിപ്പിക്കുന്നു. അതിന് പറ്റി വിശദാംശങ്ങൾ ഒന്നും കിടക്കുന്നില്ല. ഇവിടെ എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്ദി. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടതാണ്, ആലപ്പുഴ ഇവിടം വരെ വന്ന് നമ്മുടെ പ്രിയങ്കനായ തുഷാർ വെള്ളാപ്പള്ളി, അദ്ദേഹത്തിന് എത്രയോ പ്രോഗ്രാമുണ്ട്. ഞാൻ നിർബന്ധിച്ചു വരാം എന്ന് പറഞ്ഞ് കറക്റ്റ് സമയത്തെത്തി. എനിക്ക് നന്ദിയുണ്ട് അദ്ദേഹത്തോട്. എൻ്റെ ഒരു അനിയനെ പോലെ ഞാൻ കരുതുന്ന എൻ്റെ പ്രിയങ്കനായ വെള്ളാപ്പള്ളി നടേശൻ, വെള്ളാപ്പള്ളി ചേട്ടൻ. ഒരു വാക്ക് അദ്ദേഹത്തെ പറ്റി പറയാൻ പോകുന്നത് ശരിയല്ല. പലരും ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തെ വിമർശിച്ചു. ചാനലുകാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞാണ് ശരി, സാമൂഹിക നീതിയെപ്പറ്റി പറയാൻ ആൾ വേണ്ടേ? എനിക്ക് മനസ്സിലായില്ല. സാമൂഹിക നീതിയെപ്പറ്റി പറയുമ്പം വളരെ വർഗീയതയാവും. ഈഴവ സമുദായത്തിന് വേണ്ടി പറഞ്ഞാൽ എന്താ? അദ്ദേഹം ഈഴവ സമുദായത്തെ രക്ഷിച്ചില്ലേ? ഈഴവൻ എവിടായിരുന്നു ഒരു 15 കൊല്ലം മുമ്പ്? ജീവിക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന പാവപ്പെട്ട ഈഴവ സമുദായത്തെ നെഞ്ചു വിരിച്ച് ഏറ്റുനിന്ന് സംസാരിക്കാൻ പഠിപ്പിച്ച പ്രിയങ്കരനായ ജനനേതാവാണ്
വെള്ളാപ്പള്ളി നടേശൻ എന്ന് ഞാൻ ലോകത്തോട് വിളിച്ചു പറയും. എനിക്കൊരു മടിയുമില്ല. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ഇത് പറയുമ്പോൾ പലർക്കും എന്നോടൊരു സുഖക്കുറവാണ്. ആ സുഖം എനിക്ക് വേണ്ട, പ്രശ്നം തീർന്നല്ലോ, അത് വേണ്ടേ. ആ അച്ഛൻ്റെ മകൻ അതേ മാനസിക നിലയോടുകൂടി പുതിയ സംസ്കാരം ഉൾക്കൊള്ളുകൊണ്ട് പ്രിയങ്കനായ തുഷാർ വെള്ളാപ്പള്ളി കടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ ഞാൻ കാണാറുണ്ട്. എല്ലാം അർത്ഥവത്തായ പ്രസ്താവനകൾ, വളരെ ശരിയായ പ്രസ്താവനകൾ മാത്രമാണ്. ഒരബദ്ധവും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഭാഗത്ത് ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള പ്രിയങ്കനായ തുഷാർ വെള്ളാപ്പള്ളി ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷകരമായ കാര്യമായി ഞാൻ കാണുന്നു എന്ന് സ്നേഹത്തോടുകൂടി എൻ്റെ ഒരു അനിയൻ ആയ അദ്ദേഹത്തെ അറിയിക്കുകയാണ്. ഞാൻ മറ്റു വിശദാംശങ്ങളൊന്നും കിടക്കുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിങ്ങളെല്ലാം ക്ഷീണിതരാണ്. നിങ്ങളോടുള്ള നന്ദി ഞാൻ ഇനിയും പറയുന്നു. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾ, ഞാൻ ആ വണ്ടിയെ സഞ്ചരിക്കുന്ന തന്നെ കണ്ട് മിനർവായി നമ്മുടെ മറ്റേ കൃതജ്ഞതക്കാരി നമ്മുടെ ഷീബായി രണ്ടുപേരായിരുന്നു വണ്ടിയിലുണ്ടായിരുന്നു. അവിടെ വിഷമിച്ച് ഞാൻ അവിടെ വണ്ടി വീണു പോകുന്നു. തീക്കോയി മണ്ഡലം പ്രസിഡന്റ് ഇപ്പോൾ ഉണ്ട്, അവിടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ഇങ്ങനെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ കാണുന്നു. എല്ലാവർക്കും നന്ദി ഞാൻ അർപ്പിക്കുന്നു. ഞാൻ നിങ്ങളോടൊക്കെയുള്ള സ്നേഹം പൂർണ്ണമായി വാക്ക് പാലിച്ച് മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.